ഹലോ, രാവിലെ 7:30 ആരെങ്കിലും ബീച്ചിൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ പോകാറില്ല. പക്ഷേ ഈ യാത്രയിൽ പോയിട്ടുണ്ട്. രാവിലെ അമ്പലത്തിൽ പോയിട്ട് നേരെ പോയത് ബീച്ചിലേക്കാണ്. കൃത്യം 7:15 സമയം. ഒരു മനുഷ്യൻ പോലും ഇവിടെ ഇല്ല. എന്തെന്നറിയില്ല. വിജയുടെ നിങ്ങൾക്ക് ബീച്ച് കാണിച്ചിരുന്നല്ലോ പറഞ്ഞത്. ബീച്ച് കണ്ടോ? ഇനി ബീച്ച് കണ്ടിട്ടാന്ന് പറയാൻ നിൽക്കണ്ട. ഇതാണ് ബീച്ച്. കീയണ്ട, നല്ല കുഴിയുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ ബീച്ചിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്? ഇതാണ് ഞങ്ങളുടെ തൈക്കടപ്പുറത്തെ ബീച്ച്. പുലിമുട്ടെന്നൊക്കെ പറയും. ഒരുപാട് ആൾക്കാർ വരുന്ന ബീച്ചാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരാൾ പോലും ഇല്ല, ഞങ്ങൾ മാത്രം. മക്കൾ കുറച്ച് സമയം കളിച്ചു, അപ്പോഴേക്കും രാവിലത്തെ ആ വെയിൽ വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെയുള്ള കാറ്റാടി മരത്തിലാണ്. പാറുമോളുടെ അവസ്ഥ കണ്ട, ആരുമില്ലച്ചാ, നമ്മൾ മാത്രമേ ഉള്ളൂ. ആരില്ലെങ്കിൽ എന്താ, നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മൾ വന്നത് ബീച്ച് കാണാനാണ്, അപ്പോൾ നമ്മൾ അത് കഴിയുന്നതും എൻജോയ് ചെയ്യണം. ഞാൻ പറഞ്ഞു നമുക്ക് അടിച്ചു പൊളിക്കാം, ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിലൊക്കെ ആടാന്ന് പറഞ്ഞു. പിന്നെ കയ്യിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സൂപ്പർ സ്റ്റാറിൻ്റെ മോഡലിൽ ഫോട്ടോ ഒക്കെ നിന്നു. അപ്പോൾ ഞാൻ വിജയേട്ടനോട് പറഞ്ഞു, വിജയേട്ടാ നിങ്ങളൊന്ന് സ്ലോ മോഷനിൽ നടക്ക്, ആ സ്ലോ മോഷനും കൂടി ഇരിക്കട്ട്. അപ്പോൾ നമുക്ക് ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കാൻ പറ്റൂ. അങ്ങനെ മക്കൾക്ക് ഒരു രസത്തിനും ത്രില്ലിനും വേണ്ടിയിട്ട് എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല ലുക്കിൽ ഞാൻ പോവുകയാണ്. അങ്ങനെ കവാടം തുറന്നു, കിനാവിൻ